രക്ഷപ്പെട്ടോളൂടുന്നു. എല്ലാ പക്ഷികളും നിങ്ങളെ ആക്രമിക്കാൻ പോവുകയാണ്. കാട്ടിൽ നല്ല ശക്തമായ മഴ പെയ്യുകയായിരുന്നു. അപ്പൊ പെട്ടെന്ന് മരത്തിന്റെ മേലിൽ മിന്നലടിച്ചു. മിന്നലടിച്ചപ്പോഴേക്കും ആ മരത്തിന്റെ മുകളിൽ മിന്നുന്ന കിരണങ്ങൾ വന്നു. മിന്നിത്തിളങ്ങുന്ന കിരണങ്ങളിൽ നിന്നും ഒരു കഴുകൻ പുറത്തു വന്നു പറഞ്ഞു, അയ്യോ, ഞാനൊരു പക്ഷിയായി രൂപാന്തരപ്പെട്ടല്ലോ. അല്ല, ഇത് ഏത് വനമാണ്? എന്തായാലും തൽക്കാലം ഈ മഴയിൽ നിന്നും ഒളിക്കാൻ ഒരിടം കണ്ടെത്തണം. കഴുകൻ പറന്നു പറന്ന് ഒരു സ്ഥലത്തെത്തി. അവിടെ സുന്ദരമായ കിളികളുടെ കൂടുണ്ടായിരുന്നു. അപ്പോഴേക്കും കഴുകൻ ഒരു സുന്ദരിയായ കിളീനെ കണ്ടു. കഴുകൻ ഓടിപ്പോയി ആ സുന്ദരിയായ കിളിയുടെ അടുത്ത് ചെന്ന് പറഞ്ഞു, നല്ല മഴയാണ് പെയ്യുന്നത്. എനിക്ക് മഴയിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു സ്ഥലം കണ്ടെത്തി തരുമോ? എന്റെ പേര് മീനൊന്നാ. ഞാൻ കിളികളുടെ റാണിയാ. നീ ആരാ? ഇതിനു മുമ്പ് ഈ കാട്ടിൽ ഞാൻ നിന്നെ കണ്ടിട്ടില്ലല്ലോ. എന്റെ പേര് കപാല എന്നാണ്. ഞാൻ മറ്റൊരു വനത്തിലാണ് താമസിക്കുന്നത്. ക്ഷമിക്കണം കപാല, തൽക്കാലം ഇവിടെ കാലിയായ കൂടൊന്നുമില്ല. നിങ്ങൾക്കെന്നെ അറിയില്ലായിരിക്കും പക്ഷികളുടെ റാണി. എനിക്ക് വേണമെങ്കിൽ ഇപ്പോൾ തന്നെ നിങ്ങളെ കൊല്ലാം. അങ്ങനെ ചെയ്യാമെന്ന് നീ കരുതണ്ട. ചെയ്താൽ തന്നെ രക്ഷപ്പെടുമെന്നും കരുതണ്ട. എല്ലാ കിളികളെ വീട്ടിൽ നിന്നും പുറത്തേക്ക് വരൂ. മീനുക്കിളി ഇത് പറഞ്ഞതേ ഉള്ളായിരുന്നു. എല്ലാവരുടെ കൂട്ടിൽ നിന്നും ഒരുപാട് കിളികൾ പുറത്തേക്ക് വന്നു. കപാല കഴുക, ഞങ്ങൾ ഇവിടെ എല്ലാ പക്ഷികളും ഒരുമിച്ച് സന്തോഷത്തോടെ ജീവിക്കുന്നു. അതുകൊണ്ട് ഇവിടെ റൗഡിസം കാണിച്ച് ജയിക്കാമെന്ന് ഒട്ടും കരുതണ്ട. മര്യാദയ്ക്ക് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോക്കോ, ഇല്ലെങ്കിൽ ജീവനോടെ തിരിച്ചു പോവില്ല. ഇത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോ കപാല കഴുകൻ അവിടുന്ന് പറന്നു ഓടിപ്പോയി. എന്നിട്ട് പറന്നു വന്നൊരു ചില്ലയിലിരുന്ന് സ്വന്തമായി പറഞ്ഞു, ഈ കാട്ടിൽ എല്ലാവരും ഒരുമിച്ചാണ് താമസിക്കുന്നത്. അവരൊന്നിച്ചായതുകൊണ്ട് തന്നെ അതിശക്തരാണ്. അതെനിക്ക് അപകടകരമാണ്. ഞാൻ ഈ പരുന്തിന്റെ രൂപത്തിലല്ലായിരുന്നെങ്കിൽ ഈ സമയം കൊണ്ട് ആ പക്ഷിറാണിയെ രുചിച്ചു നോക്കുമായിരുന്നു. അടുത്ത ദിവസം മഴയൊക്കെ നിന്നപ്പോ കപാല കഴുകൻ കാട്ടിലൂടെ പറന്ന് നടക്കുകയായിരുന്നു. അപ്പോഴവൻ ചെന്നെത്തിയത് കഴുകന്റെ ഒരു കൂട്ടത്തിലാണ്. കപാല കഴുകൻ ആ കൂട്ടത്തിന്റെ അടുത്ത് വന്നു നിന്നു. നീ ആരാ? ഈ കാട്ടിലുള്ളതല്ലോ. എന്റെ പേര് കപാല എന്നാണ്. എന്റെ പേര് ഹെൻറി എന്നാണ്. 2 ദിവസമായിട്ട് തുടർച്ചയായിട്ട് മഴ പെയ്യ. ഇവർക്ക് വീടില്ലായിരുന്നു. അതുകൊണ്ട് മഴ നനഞ്ഞതിനാൽ രോഗബാധിതരായി. ഇതെന്തൊരു വിഷമമുള്ള കാര്യമാണ് ഹെൻറി. ഇത്ര വലിയൊരു പ്രശ്നമുണ്ടായിട്ടും നിങ്ങൾക്കിതിലൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ലേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. നിങ്ങളൊരു പരുന്താണ്. പക്ഷികളിൽ ഏറ്റവും വേഗതയേറിയതും പരുന്താണ്. നിങ്ങൾ പക്ഷികളുടെ രാജാവാണ്. എന്നാൽ ഈ കാട്ടിലെ സാധാരണ പക്ഷികൾക്ക് മനോഹരമായ വീടുകളുണ്ട്. എന്നാൽ ഏറ്റവും ശക്തരായ പക്ഷികളായ പരുന്തുകൾക്ക് വീടില്ലാതെ മഴ നനഞ്ഞ് അസുഖം വന്നുകൊണ്ടിരിക്കുക. ചിലപ്പോൾ നിങ്ങൾക്ക് അറിയില്ലായിരിക്കും കപാല, കാട്ടിലെ രാജാവ് സിംഹമാണ്. ഈ വിഡ്ഢി സിംഹരാജാവിനോട് സഹായം അഭ്യർത്ഥിക്കുവാൻ പോയിരുന്നുവെങ്കിൽ ഇവൻ അസുഖം വരില്ലായിരുന്നു. നീ എന്ത് വിചാരിച്ചു? കാട്ടിലെ രാജാവ് സഹായിക്കുമെന്നോ? ആ, തീർച്ചയായും ചെയ്യും. എന്റെ കൂടെ വരൂ. ഇതിന്റെ സത്യാവസ്ഥ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. കപാല കഴുകൻ ഹെൻറി കഴുകനെ നേരെ കാട്ടിലെ സിംഹരാജാവിന്റെ അടുത്തേക്ക് കൊണ്ടുപോയി. കാട്ടിലെ രാജാവ് ഗൗരവത്തോടെ കപാല കഴുകന്റെ അടുത്ത് ഒരു ഞെട്ടലോടെ പറഞ്ഞു, നീ ആരാ? എനിക്ക് ഈ കാട്ടിലെ എല്ലാ പക്ഷികളെയും അറിയാം. നീ ഈ കാട്ടിലുള്ളതല്ല. അങ്ങ് പറഞ്ഞത് സത്യമാണ് മഹാരാജൻ. ഞാൻ ഹെൻറി പരുന്തിന്റെ ബന്ധുവാണ്. ഞാൻ മറ്റൊരു കാട്ടിലാണ് താമസിക്കുന്നത്. നീ ഇവിടെ എങ്ങനെ വന്നു? മഹാരാജൻ, അങ്ങേക്ക് അറിയാമല്ലോ, ഇത് വർഷത്തിൽ മഴ പെയ്യുന്ന കാലമാണല്ലോ. ഞങ്ങൾ പക്ഷികളെല്ലാം മോശമായ അവസ്ഥയിലാണ്. ഞങ്ങൾക്ക് അങ്ങയുടെ ഒരു അപേക്ഷയുണ്ട്. ഈ മഴക്കാലം മാറുന്നതുവരെ ഞങ്ങൾ പരുന്തുകൾക്ക് വേണ്ടി മണ്ണിൽ വസിക്കുന്ന ജീവികളുടെ വീട്ടിൽ താമസിക്കാൻ അഭയം തരണം. നിങ്ങൾക്കെന്താ ബുദ്ധി മറഞ്ഞു പോയിരിക്കുന്നോ? മണ്ണിൽ വസിക്കുന്ന ജീവികളെല്ലാം മാംസാഹാരികളാണ്. പക്ഷികൾ അവരുടെ വീടിൽ കിടന്നുറങ്ങുമ്പോൾ പക്ഷികളെ ഭക്ഷിക്കാൻ അവയെ പ്രേരിപ്പിച്ചേക്കാം. അങ്ങനെ ഈ കാടിന്റെ സന്തുലിതാവസ്ഥ തകരും. അതുകൊണ്ട് ഞാനിതൊരിക്കലും ചെയ്യാൻ പോകുന്നില്ല. ഇനി നിങ്ങൾക്ക് ഇവിടുന്ന് പോവാം. കപാല കഴുകൻ ഹെൻറി കഴുകനെ തിരിച്ച് അവരുടെ കൂട്ടത്തിലേക്ക് കൊണ്ടുവന്നു. നീ കണ്ടില്ലേ, നിങ്ങളുടെ കാട്ടിലെ രാജാവ് നിങ്ങളെ സഹായിക്കാനും നിങ്ങൾക്ക് അഭയം നൽകാനും വിസമ്മതിച്ചിരിക്കുകയാണ്. നീ പറഞ്ഞത് വളരെ ശരിയാണ് കപാല. നീ എൻ്റെ ശരിയായ സുഹൃത്താണ്. അതിനർത്ഥം ഈ കാട്ടിലെ സിംഹരാജാവ് മണ്ണിൽ താമസിക്കുന്നവരുടെ മാത്രം രാജാവാണ്. ഇതുതന്നെയാണ് ഞാൻ നിന്നോട് പറയാൻ ആഗ്രഹിച്ചത് ഹെൻറി. നമ്മുടെ ഈ സമുദായത്തിൽ ഏറ്റവും ബുദ്ധിമാനും ശക്തനുമായ വ്യക്തി നിങ്ങളാണ്. ഒന്നാമതായി നിങ്ങളെല്ലാവരും ചേർന്ന് നിങ്ങളെക്കാൾ ചെറിയ പക്ഷികളെ ആക്രമിച്ച് നിങ്ങളുടെ അടിമകളാക്കുക. നിങ്ങളുടെ സൈന്യത്തെ തയ്യാറാക്കിക്കോളൂ.
തുടർന്ന് ഈ സിംഹരാജാവിനെ ആക്രമിച്ച് ഈ വനം മുഴുവൻ പിടിച്ചെടുക്കണം. ഞാൻ തയ്യാറാണ്. ഇന്നു മുതൽ നീ എൻ്റെ ഉപദേശകനാണ്. പറയൂ, ഞാൻ എവിടെ തുടങ്ങണം? ആദ്യമായി നിങ്ങൾ പക്ഷികളെ നിങ്ങളുടെ അടിമകളാക്കണം. കാരണം അത് പക്ഷികളുടെ പേരിന് തന്നെ കളങ്കമാണ്. എൻ്റെ കൂടെ വരൂ. എല്ലാവരും പക്ഷികളെ ആക്രമിക്കാൻ തയ്യാറായിക്കോളൂ. കുറച്ചുനേരം കഴിഞ്ഞ് എല്ലാ കഴുകന്മാരും കിളിയുടെ കൂടിന്റെ പുറത്ത് കറങ്ങാൻ തുടങ്ങി. ഇത് കണ്ട് കിളികളുടെ റാണിയായ മീനു, ഇതൊക്കെ എന്താ നടക്കുന്നത് ഹെൻറി? നിന്റെയൊക്കെ സ്വാതന്ത്ര്യത്തിന്റെ ദിനങ്ങൾ അവസാനിച്ചു മീനു. ഒന്നുകിൽ നിങ്ങളുടെ അടിമത്തം സന്തോഷത്തോടെ സ്വീകരിച്ച് നിങ്ങളുടെ വീടുകൾ ഞങ്ങൾക്ക് തരൂ, അല്ലെങ്കിൽ മരിക്കാനായി തയ്യാറായിക്കോളൂ. പക്ഷെ നീ എന്തിനാ ഇതൊക്കെ ചെയ്യുന്ന ഹെൻറി? ഞാൻ പക്ഷികളുടെ ഒരു സൈന്യമുണ്ടാക്കി കാട്ടിലെ രാജാവിനെ കൊല്ലാൻ പോവുകയാണ്. എന്നിട്ട് ഞാൻ സ്വയം രാജാവാകും. നീ ചെയ്യുന്നത് തെറ്റാണ് ഹെൻറി. നീ എന്താ കരുതിയത്? സിംഹരാജാവ് ജീവനോടെ ഇരിക്കുമ്പോ ഇതൊക്കെ നടക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? എല്ലാ പക്ഷികളും ഒരുമിച്ച് കാട്ടിലെ രാജാവായ സിംഹത്തെ ആക്രമിക്കുമ്പോൾ പിന്നെ ഞങ്ങളോട് യുദ്ധം ചെയ്യാൻ കഴിയില്ല. ഹെൻറിയുടെ സ്വപ്നം കാട്ടിലുടനീളം വ്യാപിക്കും. ഹെൻറി കാട്ടിലെ രാജാവുമായി തീരുന്നതാണ്. ഇപ്പൊ മനസ്സിലായി. ഹെൻറിനെ നീ തന്നെയാണല്ലേ വഴിതെറ്റിച്ചത്. വിഡ്ഢിത്തം പറയാതിരിക്കൂ മീനു പക്ഷി. മിണ്ടാതെ നിങ്ങളുടെ തോൽവി സ്വീകരിച്ചോളൂ. ഞങ്ങളുടെ അടിമകളായിക്കോളൂ. അവസ്ഥയൊക്കെ നോക്കിയപ്പോ തോറ്റു കൊടുക്കുന്നതാണ് നല്ലതെന്ന് തോന്നി. എല്ലാ കിളികളും അവരവരുടെ വീട് വിട്ടുകൊടുത്തു. എല്ലാ കഴുകന്മാരും കിളികളുടെ വീട് കൈയേറ്റം ചെയ്തു. ഇപ്പോൾ കൂടുതൽ പക്ഷികളെ നമ്മുടെ കൂടെ കൂട്ടേണ്ടതുണ്ട്. കുറച്ചു ദിവസം കഴിഞ്ഞ് ഹെൻറി കഴുകൻ എല്ലാ കിളികളെയും അവന്റെ കയ്യിലാക്കുകയും ചെയ്തു. എന്നെ രാജാവാക്കാൻ വേണ്ടി കാട്ടിലെ എല്ലാ പക്ഷികളും ഇപ്പോൾ തയ്യാറാണ്. ഇനി പറയൂ, നമ്മൾ സിംഹരാജാവിനെ എപ്പോൾ ആക്രമിക്കും? ഇപ്പോൾ, ഈ നിമിഷം. മീനുക്കിളി ആരും അറിയാതെ ഇതൊക്കെ കേട്ടോണ്ടിരിക്കുകയായിരുന്നു. അവൾ അപ്പൊ തന്നെ പറന്ന് കാട്ടിലെ രാജാവായ ഷേറിന്റെ അടുത്ത് പോയി, മഹാരാജാവേ, നിങ്ങൾ രക്ഷപ്പെട്ടോളൂടുന്ന്. എല്ലാ പക്ഷികളും നിങ്ങളെ ആക്രമിക്കാൻ പോവുകയാണ്. അപ്പോഴേക്കും ഒരുപാട് പക്ഷികൾ കപാലയുടെയും ഹെൻറിയുടെയും കൂടെ വരികയും ചെയ്തു. രാജാവ് ഷേറിനെ ആക്രമിക്കാൻ പോവുകയായിരുന്നു. അപ്പോഴേക്കും അവിടെ മിന്നിത്തിളങ്ങുന്ന രീതിയിൽ ഒരു പാവപ്പെട്ട സാധു പ്രത്യക്ഷപ്പെട്ടു. ഞാൻ വിചാരിച്ചിരുന്നു കപാല രാക്ഷസ, ഒരുപക്ഷെ നിന്നെ പക്ഷിയാക്കി പരിവർത്തനം ചെയ്താൽ നിന്റെ വിവേകം തിരിച്ചു കിട്ടുമെന്ന്. എന്നാൽ നീ പക്ഷിയായതിനു ശേഷവും പക്ഷികൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കാൻ തുടങ്ങിയിരിക്കുന്നു. അങ്ങ് ആരാണ് ഋഷിവര്യ? എനിക്കങ്ങ് പറയുന്നൊന്നും മനസ്സിലാവുന്നില്ല. ഈ കാണുന്ന കപാല ഒരു പരുന്തല്ല, രാക്ഷസനാണ്. ഇവൻ രാക്ഷസ ലോകത്തിൽ രാക്ഷസരെ പ്രകോപിക്കാൻ ശ്രമം നടത്തിയതാ. ആ പ്രവൃത്തിയിൽ കോപിതനായി ഞാനാണിവനെ ഒരു പരുന്താക്കി മാറ്റി ഇങ്ങോട്ടേക്ക് അയച്ചത്. ഇത്രയും പറഞ്ഞപ്പോഴേക്കും സാധുവിന്റെ കണ്ണിൽ നിന്നും തീഗോളങ്ങൾ പുറത്തേക്ക് വന്നു. അങ്ങനെ കപാല കഴുകൻ കത്തിച്ചാമ്പലായി. ഇനി നിങ്ങൾക്കെല്ലാവർക്കും പോകാം. പിന്നെ ഒരു കാര്യം, കാട്ടിലെ രാജാവ് സിംഹമാണെന്ന് ആരും മറക്കരുത്. ഇത് കാട്ടിലെ നിയമമാണെന്ന് എല്ലാവരും ഓർത്താൽ കൊള്ളാം. ഇത്രയും പറഞ്ഞുകൊണ്ട് സാധു അപ്രത്യക്ഷമായി. എന്നോട് ക്ഷമിക്കണം മീനു, ഇതെല്ലാം സംഭവിച്ചത് ഞാൻ കാരണമാ. എനിക്ക് കപാലയെക്കുറിച്ച് ഒന്നും അറിയില്ലായിരുന്നു. ഹെൻറിയും കപാല കഴുകനും ബാക്കിയുള്ള കിളികളുടെ വീട് വിട്ടുകൊടുത്തു. അങ്ങനെ കാട്ടിൽ എല്ലാം നന്നായി തന്നെ പോയി.